വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ജീൻ എക്സ്പ്രഷന്റെ അണ്ടറിൽ വരുന്ന ഓപ്രോൺ കൺസെപ്റ്റ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 3 ഓപ്രോൺസ് ആണ്: ലാക് ഓപ്രോൺ, അറാബിനോസ് ഓപ്രോൺ, ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. അങ്ങനെ 3 ഓപ്രോൺസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്രോൺ എന്ന് പറയുന്നത് ലാക് ഓപ്രോൺ ആണ്. ആ ഒരു ലാക് ഓപ്രോണിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്ട്രക്ചർ വരച്ച് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ അതിന്റെ ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. പിന്നെ ലാക് ഓപ്രോൺ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ആണ്. ഇൻഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ ലാക് ഓപ്രോൺ എന്ന് പറയുമ്പോൾ ലാക്ടോസ് ഓപ്രോൺ അല്ലേ. അപ്പൊ ലാക്ടോസ് ഓപ്രോൺ പ്രസന്റ് ആയാൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്യുന്ന ഓപ്രോൺ, അതാണ് ഇൻഡ്യൂസിബിൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമലി സാധാരണ സ്റ്റേറ്റിൽ അവർ ഓഫ് ആയിട്ടാണ് കാണുക അല്ലെ. അവ വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ലാക്ടോസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ലാക്ടോസിന്റെ പ്രസന്റിൽ മാത്രം അവ ഓൺ ആകും. അങ്ങനെയല്ല, സ്വിച്ച് ഓൺ ആകുന്ന കേസിൽ അതിനെയാണ് ഇൻഡ്യൂസിബിൾ ഓപ്രോൺ എന്ന് പറയുന്നത്. തന്നെ ഇവിടെ നടക്കുന്നത് കാറ്റബോളിക് ഓപ്രോൺ ആണ്. അതായത് ലാക്ടോസ് കൂടുതലായിട്ട് പ്രസന്റ് ആണ്. അപ്പൊ ആ ലാക്ടോസിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം. അങ്ങനെ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കാറ്റബോളിക് ആയിട്ടുള്ള ഓപ്രോൺ ആണ് എന്നും പറയാം. മെയിൻ ആയിട്ട് കാണുന്നത് ഈക്കോളൈ പോലെയുള്ള ബാക്ടീരിയാസിലാണ് ലാക്ടോസ് ഓപ്രോൺ കാണുന്നത്. ഇവിടെ നെഗറ്റീവ് റെഗുലേഷൻ ബൈ റെപ്രസർ പ്രോട്ടീൻ ആണ്. അതായത് ഒരു ഇൻഡ്യൂസിബിൾ ആയിട്ടുള്ള ഓപ്രോൺ ആണ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരു ഇൻഡ്യൂസിബിൾ നോർമലി സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്വിച്ച് ഓഫ് ആയിട്ട് നിൽക്കുന്നത് ചില റെപ്രസർ പ്രോട്ടീൻസ് ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഒരു റെപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റെഗുലേറ്ററി ജീൻ ആയിട്ടുള്ള ലാക് ജീൻ ആണ്. ഈ ഒരു റെപ്രസർ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റെപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യും. ആ ഒരു ആക്ഷൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഒരു നെഗറ്റീവ് റെഗുലേഷൻ ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു റെപ്രസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലാക് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ നെക്സ്റ്റ് ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ലാക്ടോസ് തന്നെയാണ്. ലാക്ടോസ് ഇറ്റ് സെൽഫ്, അതിനെയാണ് അല്ലോ ലാക്ടോസ് എന്ന് പറയുന്നത്. അല്ലോ ലാക്ടോസ് ആണ് ഈ ലാക്ടോസ് ഓപ്രോണിനെ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത് അല്ലോ ലാക്ടോസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവയുടെ സ്ട്രക്ചർ ആണ്. നമ്മൾ ആദ്യം സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഇവയ്ക്ക് ഒരു റെഗുലേറ്ററി ജീൻ ഉണ്ട്. അപ്സ്ട്രീം റീജിയനിൽ ഒരു റെഗുലേറ്ററി ജീൻ ഉണ്ട്, ലാക് ആണ്. അവയാണ് റെപ്രസർ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. then അത് കൂടാതെ ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്, ഒരു ഓപ്പറേറ്റർ, എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ്. ഒരു ഓപ്പറേറ്റർ റീജിയൻ ഉണ്ട്, then സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് ഈ 3 എണ്ണാണ്: ലാക് സെഡ്, ലാക് വൈ, ലാക് എ. ZYA എന്ന് പറയുന്ന 3 സ്ട്രക്ചറൽ ജീൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ RNA പോളിമറൈസ് വന്ന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്ത് ഓപ്പറേറ്ററിലൂടെ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ഈ സ്ട്രക്ചറൽ ജീൻസിനാണ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് പ്രോട്ടീൻ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ mRNA ഉണ്ടാവുമല്ലോ, പ്രോട്ടീൻ അല്ല mRNA ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു mRNA എന്ന് പറയുന്നത് ഒരു പോളിസിസ്ട്രോണിക് mRNA ആണ്. അപ്പൊ എന്താണ് ഈ ഒരു പോളിസിസ്ട്രോണിക് mRNA? ഇവിടെ പ്രൊമോട്ടറും ഓപ്പറേറ്ററും സിംഗിൾ ആണ് അല്ലെ. ഒരു ഒറ്റ ഓപ്പറേറ്ററും പ്രൊമോട്ടറും ആണ് ഉള്ളത്. ആ ഒരു ഒറ്റ ഓപ്പറേറ്ററിന്റെ ഒരു ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNA-യിൽ 3 ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ജീൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, ജീൻസ് ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അവിടെ പോളി ജീൻസ് ആണല്ലോ. അതുകൊണ്ടാണ് പോളിസിസ്ട്രോണിക് mRNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അവ എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്? ലാക്ടോസ് പ്രസന്റ് ആകുമ്പോഴാണ് ഈ ഒരു ലാക് ഓപ്രോൺ ആക്റ്റീവ് ആകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ലാക് ഓപ്രോണിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ലാക്ടോസ് കൂടുതൽ പ്രസന്റ് ആണ്, എന്നാൽ ഗ്ലൂക്കോസ് ആബ്സെന്റും ആണ്. ആ ഒരു കേസിലാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ മാക്സിമം എക്സ്പ്രഷൻ ഈ ഒരു ലാക് ഓപ്രോൺ കാണിക്കുന്നത്. ഓക്കെ, പ്രോകാരിയോട്ടിലുള്ള ജീൻ റെഗുലേഷന് എക്സാമ്പിൾ ആണ് ഈ ഒരു ലാക് ഓപ്രോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവയുടെ ആ ഒരു പ്രോസസ്സ് എപ്പോഴാണ് ഓൺ ആകുന്നത്, എങ്ങനെയാണ് ഓഫ് ആകുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. അപ്പം ഒന്നാമത്തത് കണ്ടീഷൻ നോക്കിയേ, ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ആണ്. അതായത് ആ ഒരു സെല്ലില് ലാക്ടോസ് ഇല്ല. ലാക്ടോസ് ഇല്ലാത്ത കേസിൽ ഈ ഒരു ഓപ്രോൺ എന്ന് പറയുന്നത് ഓഫ് ആയിട്ടാണ് കിടക്കേണ്ടത് അല്ലെ. ഓപ്രോൺ ഓഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഓഫ് ആകുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ലാക്ടോസ് ഇല്ലാത്ത കേസിൽ നമ്മുടെ റെഗുലേറ്ററി ജീൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഈ ഒരു റെഗുലേറ്ററി ജീൻസ് ആയിട്ടുള്ള ഒരു ലാക് എല്ലിൽ നിന്ന് ഒരു റിപ്രസർ, ഇതാണ് റിപ്രസർ കേട്ടോ, ഒരു റിപ്രസറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു റിപ്രസർ ലാക്ടോസിന്റെ ആബ്സെൻസിൽ ആക്റ്റീവ് ആണ്. സോ ഈ ഒരു റിപ്രസർ എന്ത് ചെയ്യും? നമ്മളുടെ ഓപ്പറേറ്ററിൽ
ലാക് ഓപ്രോണിന്റെ ഓപ്പറേറ്ററിൽ പോയിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്താൽ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടത്തുന്ന ആളാരാ? RNA പോളിമറൈസ് ആണ്. ആ ഒരു RNA പോളിമറൈസിന് ഈ ഒരു ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് പ്രൊമോട്ടറിൽ വന്നാലും ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. ആ ഓപ്പറേറ്റർ വഴിയാണ് സ്ട്രക്ചറൽ ജീനിലോട്ട് ഇവ മൂവ് ചെയ്യേണ്ടത്. സോ സ്ട്രക്ചറൽ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവിടെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെ ജീൻ എക്സ്പ്രഷൻ ഒന്നും നടക്കുന്നില്ല. ഇതാണ് ലാക്ടോസ് ആബ്സെന്റ് ആയിട്ടുള്ള കേസിൽ ലാക് ഓപ്രോണിന് സംഭവിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് എന്താണ് ഇനി ലാക്ടോസ് പ്രസന്റ് ആയാൽ സംഭവിക്കുന്നത്? ലാക്ടോസ് പ്രസന്റ് ആയാൽ ലാക് ഓപ്രോൺ എന്ന് പറയുന്നത് ഓൺ ആണ്. അപ്പൊ അവിടെ ഒരു ഇൻഡ്യൂസർ വേണം. അതായത് നമ്മുടെ റിപ്രസറിന്റെ ആക്ടിവിറ്റി പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ അവിടെ വേണം, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അയാളാണ് ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൊമോട്ടറിലേക്ക് ഓപ്പറേറ്ററിലാണ് ഇപ്പൊ ആക്റ്റീവ് റിപ്രസർ ഉള്ളത്. ഓക്കെ, ആ ഒരു ആക്റ്റീവ് റിപ്രസറിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യാണ്? നമ്മളുടെ അല്ലോ ലാക്ടോസ് ആയിട്ടുള്ള ഇൻഡ്യൂസർ. ഈ ഒരു റിപ്രസർ എന്ന് പറയുന്നത് ഇപ്പോഴും പ്രൊമോട്ടറിലാണ് ഉള്ളത് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കണേ. ആ ഒരു പ്രൊമോട്ടർ ഉള്ള റീജിയനിലോട്ട് നമ്മുടെ അല്ലോ ലാക്ടോസ് വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ ഇവ എന്താകും? ആക്റ്റീവ് ഇവയ്ക്ക് ചില കോൺഫിഗറേഷനിൽ ചേഞ്ച് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു റിപ്രസർ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസറിലായിട്ട് മാറും. ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ ആയതുകൊണ്ട് അവ എന്ത് ചെയ്യും? ഇവ ഓപ്പറേറ്ററിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിങ്ങ് വരും. ഡിറ്റാച്ച് ചെയ്തിങ്ങ് വരുമ്പോൾ ഓപ്പറേറ്റർ അവിടെ ഫ്രീ ആയല്ലോ. സോ RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്തു. എന്നിട്ട് ഓപ്പറേറ്റർ വഴി എന്ത് ചെയ്യും? ആ ഒരു സ്ട്രക്ചറൽ ജീനിലൂടെ കടന്നു പോകുന്നു. സ്ട്രക്ചറൽ ജീനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഒരു പോളിസിസ്ട്രോണിക് mRNA ഉണ്ടാകുന്നു. ആ ഒരു പോളിസിസ്ട്രോണിക് mRNAക്ക് ട്രാൻസ്ലേഷൻ നടന്നിട്ട് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ സ്ട്രക്ചറൽ ജീൻസും ഏത് തരം എൻസൈംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും നോക്കണം. ഒന്നാമത്തേത് ലാക് സെഡ് ആണല്ലോ, അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ലാക് വൈ എന്ന് പറയുന്നത് ഏതിന് റെസ്പോൺസിബിൾ ആണ്? പെർമിയേസിനും. ലാക് എ എന്ന് പറയുന്നത് ട്രാൻസ്അസറ്റൈലേസിനും റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ലാക് ഓപ്രോൺ എന്ന് പറയുന്ന ഇൻഡ്യൂസിബിൾ ഓപ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താ ഈ ഒരു എക്സ്പ്ലനേഷൻ ഓക്കെ ആണെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ആ ഒരു ലൈക്ക് ബട്ടണും ഹൈ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ് ആ ഒരു നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമുക്ക് പോകാം. അപ്പം ലാക് ഓപ്രോൺ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത് അരാബിനോസ് ഒപ്രോൺ ആണ്. അരാബിനോസ് അല്ലെങ്കിൽ എറാ ഒപ്രോൺ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. അപ്പൊ നമ്മൾ ലാക് ഒപ്രോൺ പഠിച്ചതുപോലെ തന്നെ ഈ ഒരു അരാബിനോസ് ഒപ്രോണും ഒരു ഇൻഡ്യൂസിബിൾ ഒപ്രോൺ ആണ്, കാറ്റബോളിക് ഒപ്രോൺ ആണ്. ഈക്കോളൈ പോലെയുള്ള പ്രൊകാരിയോട്സ് അല്ലെങ്കിൽ ബാക്ടീരിയാസിലാണ് കാണുന്നത്. പക്ഷേ ലാക് ഒപ്രോണുമായിട്ട് സ്ട്രക്ചറലിയും ഫങ്ഷണലിയും വ്യത്യാസമുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യം ഈ ഒരു അരാബിനോസ് ഒപ്രോണിന്റെ സ്ട്രക്ചർ നോക്കാം. നമ്മൾ ലാക് ഓപ്രോണിൽ കൺട്രോൾ ചെയ്യുന്നത് ലാക് LG ആണ് അല്ലെ. ആ ഒരു ലാക് LGN പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റെപ്രസർ പ്രോട്ടീൻ ആണ് ആ ഒരു പ്രോസസ്സ് ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു അരാബിനോസിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു റെഗുലേറ്ററി ജീൻ ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത് അരാസി പ്രോട്ടീൻ ആണ്. ഈ ഒരു അരാസി പ്രോട്ടീൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി ഒരു ആക്ടിവേറ്റർ ആണ്. പക്ഷേ അവയ്ക്ക് റെപ്രസർ ആയിട്ടും ആക്ട് ചെയ്യാം. ഓക്കെ, അരാസി എന്ന് പറയുന്നത് അരാബിനോസിന്റെ ആബ്സൻസിൽ ഒരു റെപ്രസർ ആയിട്ട് ആക്ട് ചെയ്യാം. പക്ഷെ അരാബിനോസ് പ്രസന്റ് ആയാൽ ആ ഒരു അരാസി തന്നെ ആവശ്യമാണ്. എന്തിന്? ആ ഒരു ഓപ്രോൺ ആക്ടിവേറ്റ് ആകാൻ ഇൻഡ്യൂസറിന് പുറമെ ഒരു അരാസി തന്നെ ആക്ടിവേറ്ററുമായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു അരാബിനോസ് ഓപ്രോൺ എന്ന് പറയുന്നത് എന്ത് റെഗുലേഷൻ ആണെന്നോ? പോസിറ്റീവ് റെഗുലേഷൻ ആണ്. നമ്മൾ ലാക് ഓപ്രോൺ പഠിക്കുമ്പോൾ അവിടെ ഒരു റെപ്രസർ ആണുള്ളത്. റെഗുലേറ്ററി പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു റെപ്രസർ മാത്രമാണ്. അതുകൊണ്ടാണ് അവ നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അരാബിനോസിന്റെ കേസിൽ റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത് അരാസി ആണ്. അപ്പോൾ ഒരു ആക്ടിവേറ്ററും ആണ്, റെപ്രസർ ആയിട്ട് ആക്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവ ഒരു പോസിറ്റീവ് റെഗുലേഷൻ ആണ് എന്ന് പറയാം. ഇവിടെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? അരാബിനോസ് തന്നെയാണ്. ഇനി ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അരാബിനോസ് ആബ്സെന്റ് ആണ്. അരാബിനോസ് ഇല്ലാത്ത കേസിൽ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. അതായത് അരാബിനോസ് ഓപ്രോൺ എന്ന് പറയുന്നത് ഓഫ് ആണ്, സ്വിച്ച് ഓഫ് ആണ്. അരാബിനോസ് പ്രസന്റ് ആകുമ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നടക്കും. അതായത് അരാസി എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ,
അവിടെ സ്വിച്ച് ഓൺ ആകുകയാണ് ചെയ്യാം. ഇനി അവിടെ സ്ട്രക്ചർ നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു റെഗുലേറ്ററി ജീൻ ഉണ്ട്, എറാസി ആണ് എന്ന് പറഞ്ഞു. then അത് കൂടാതെ 2 പ്രൊമോട്ടറും 2 ഓപ്പറേറ്റർ റീജിയനും ഉണ്ട്. ഓപ്പറേറ്റർ 1 പ്രൊമോട്ടർ, ഓപ്പറേറ്റർ 2 പ്രൊമോട്ടർ, PBAD ഉണ്ട്, PRI ഉണ്ട്. then അത് കൂടാതെ നമുക്ക് സ്ട്രക്ചറൽ ജീൻസ് അരാസിലും അരാ ഓപ്പറോണിലും 3 സ്ട്രക്ചറൽ ജീനാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അരാബി, അരാ എ ആൻഡ് അരാ ഡി, BAD, ബാഡ് എന്നാക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ഇവ എന്താണ് ഈ ഒരു അരാ BAD എന്ന് പറയുന്നത് എൻസൈംസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു എൻസൈം എന്തിനു വേണ്ടിയിട്ടാണ്? കാറ്റബോളിക് റിയാക്ഷൻ ആണ്. അതായത് അരാബിനോസ് എന്ന് പറയുന്ന ഷുഗറിന്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടാണ്. ഇവയിൽ പോസിറ്റീവ് റെഗുലേഷൻ ആണ്. റീസൺ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു അരാബിനോസ് ഓപ്പറോണിന്റെ എക്സ്പ്രഷൻ എപ്പോഴാണ് മാക്സിമം ആകുന്നത്? അരാബിനോസ് പ്രസന്റ് ആയിരിക്കുമ്പോഴും എന്നാൽ ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിരിക്കുമ്പോഴുമാണ് അരാബിനോസ് ഓപ്പറോണിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മാക്സിമം ആകുന്നത്. ഇനി അവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് അവ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് സ്വിച്ച് ഓഫ് ആകുന്ന കണ്ടീഷൻ നോക്കിയാലോ. അതായത് അരാബിനോസ് സെല്ലിൽ ഇല്ല, അരാബിനോസ് ആബ്സെന്റ് ആണ്. അപ്പൊ നമ്മളുടെ റെഗുലേറ്ററി പ്രോട്ടീൻ ഇല്ലേ, ഈ ഒരു അരാബിനോസ് ആബ്സെന്റ്, ഇവിടെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. അരാസി ആക്ട് ആസ് എ റെപ്രസർ ഇൻ ആബ്സെൻസ് ഓഫ് അരാബിനോസ്. അരാബിനോസ് ഇല്ലാത്ത കേസിൽ ഈ ഒരു അരാസി എന്ന് പറയുന്ന ഒരു റെപ്രസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് റെപ്രസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇവിടെയുള്ള ആ ഒരു റെഗുലേറ്ററി പ്രോട്ടീൻ ആയിട്ടുള്ള അരാസി എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, O2 പോയിട്ട് ബൈൻഡ് ചെയ്യും. O2 പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തല്ലോ. ഇതേപോലെയുള്ള ലൂപ്പ് ജസ്റ്റ് ഒരു ഹുക്ക് പോലെ ഇതേപോലെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു. അപ്പൊ ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിലാണല്ലോ ആരുള്ളത്? നമ്മുടെ പ്രൊമോട്ടർ PBAD ഉള്ളത്. നമ്മുടെ പ്രൊമോട്ടറിൽ പോയിട്ട് ആർക്ക് ബൈൻഡ് ചെയ്യണം? RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പൊ ഇവിടെ RNA പോളിമറൈസിന് PBAD-ലും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, O2-ലും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രക്ചറൽ ജീൻസ് നടക്കില്ല, mRNA ഫോം ചെയ്യില്ല, എൻസൈംസ് ഫോം ചെയ്യില്ല. അപ്പൊ ഇത്രയാണ് അരാബിനോസ് ഓഫ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇനി അരാബിനോസ് എന്ന് പറയുന്ന ഷുഗർ അബണ്ടന്റ് ആയിട്ട് പ്രസന്റ് ആണ്. ആ പ്രസന്റ് ആയിട്ടുള്ള കേസിൽ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്? നമ്മുടെ അരാബിനോസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസർ ആയിട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. ഇൻഡ്യൂസർ ആയിട്ടുള്ള ആ ഒരു അരാബിനോസ് എന്ന് പറയുന്നത് അരാസിയിൽ നമ്മുടെ ഈ ലൂപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ലൂപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ടല്ലോ. ആ ലൂപ്പ് ഓഫായി കിടക്കുന്ന ലൂപ്പായിട്ട് ഫോം ചെയ്ത ആ ഒരു അരാസിയിൽ പോയിട്ട് നമ്മുടെ അരാബിനോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യും. അപ്പൊ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു അരാസിക്ക് എന്തുണ്ടാകും? കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടായിട്ട് അവ ഒരു ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഒരു ആക്ടിവേറ്റർ, അരാബിനോസിന്റെ പ്രസൻസിൽ ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പിൽ നിന്ന് അവ ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് അവ പ്രൊമോട്ടറിന്റെ ആക്ടിവിറ്റി കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെ പ്രൊമോട്ടറിന്റെ ആ ഒരു ആക്ടിവിറ്റി കൂട്ടുമ്പോൾ ഈ ഒരു RNA പോളിമറൈസ് എന്ന് പറയുന്ന നമ്മുടെ എൻസൈമിന് ഈസി ആയിട്ട് PBAD പ്രൊമോട്ടറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ PBAD-യിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്ട്രക്ചറൽ ജീൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെയും mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോളിസിസ്ട്രോണിക് ആയിട്ടുള്ള mRNA ആണ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേഷൻ നടന്നിട്ട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ഒരു സീക്വൻസ് നോക്കിയാലോ. അരാബിനോസ് പ്രസന്റ് ആയിട്ടുള്ള കേസിലാണ് അരാബിനോസ് എന്ത് ചെയ്യുന്നു? അരാസി ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഒരു അരാസി അരാബിനോസ് കോംപ്ലക്സ് ആണല്ലോ അവിടെ ഫോം ചെയ്യുന്നത്. അരാസി അരാബിനോസ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്തു. ആ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊമോട്ടർ റീജിയനുമായിട്ട്, അരാസി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊമോട്ടർ റീജിയനുമായിട്ട് വന്നിട്ട് ബൈൻഡ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പൊ അവിടെ ലൂപ്പ് ഇല്ല, ലൂപ്പ് ഡിറ്റാച്ച് ചെയ്ത് പോയി. സോ RNA പോളിമറൈസിനും ഈസി ആയിട്ട് PBAD-യിൽ വന്ന് ബൈൻഡ് ചെയ്യാം. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. ഏതിന്റെ ഒക്കെ? BD-യും AD-യും D-യുടെയും ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA ഉണ്ടാകുന്നു, എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാക്സിമം റിപ്രഷൻ നടക്കുന്നത്
അരാബിനോസ് പ്രസന്റും ഗ്ലൂക്കോസ് ആബ്സെന്റും ആയ കേസിലാണല്ലോ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ക്യാപ്പ് സി AMP ബൈൻഡ്സ് ഈ ഒരു പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഈ ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണ് പ്രൊക്കാരിയോട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ. പക്ഷേങ്കിൽ ഈ ഒരു അരാബിനോസ് പ്രസന്റ് ആണ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിട്ടുള്ള കേസിൽ ഈ ഒരു സൈക്ലിക് AMPയുടെ അളവ് സൈക്ലിക് AMPയുടെ അളവ് ഗ്ലൂക്കോസ് ആബ്സെന്റ് ആകുമ്പോൾ സൈക്ലിക് AMP എന്ന് പറയുന്നത് എന്താ കുറവായിരിക്കും. സൈക്ലിക് AMPയുടെ ആ ഒരു പ്രോസസ്സ് കുറവായിരിക്കും. സോ ഈ ഒരു ക്യാപ്പ് സൈക്ലിക് AMP എന്ന് പറയുന്നത് നമ്മുടെ PBADയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കാം. ഒരു സൈക്ലിക് AMP എന്ന് പറയുന്ന ഒരു സെല്ലുലാർ ഹങ്കർ സിഗ്നൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയ കേസിൽ ഈ ഒരു സൈക്ലിക് AMP ഉണ്ടാകുന്നുണ്ട്, കുറച്ച് അളവിലാണെങ്കിലും. ആ ഒരു സൈക്ലിക് AMP എന്ത് ചെയ്യുന്നു, ക്യാപ്പുമായിട്ട് അല്ലെങ്കിൽ കാറ്റബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു കോംപ്ലക്സ് പിന്നീട് PBADയിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊമോട്ടറിന്റെ ഫെർദർ ആക്ടിവിറ്റി കൂട്ടുകയും ട്രാൻസ്ക്രിപ്ഷന്റെ റേറ്റ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അരാബിനോസ് ഓപ്രോണിന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഓപ്രോൺ എന്ന് പറയുന്നത് അപ്പൊ അത് ട്രിപ്റ്റോഫാൻ ആണ് അല്ലെങ്കിൽ ട്രിപ്പ് ഓപ്പറോൺ എന്ന് നമ്മൾ പറയും. അവയുടെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ അവ എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ച ലാക് ആൻഡ് അരാബിനോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവയുടെ ക്യാരക്ടേഴ്സ് നോക്കാം. ഇവ ഒരു റിപ്രസിബിൾ ആയിട്ടുള്ള ഓപ്രോൺ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് റിപ്രസിബിൾ എന്ന് പറയുന്നത്? നോർമൽ സ്റ്റേറ്റിൽ ഈ ഒരു ട്രിപ്റ്റോഫാൻ ഓപ്രോൺ എന്ന് പറയുന്നത് ഓൺ ആയിട്ടാണ് കിടക്കുക. ഓക്കെ, ഓൺ ആയിട്ടാണ് കിടക്കുക. ട്രിപ്റ്റോഫാൻ പ്രസന്റ് ആയാലാണ് ഇവ ഓഫ് ആകുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ, അവിടെ കാറ്റബോളിസം ആണ് നടക്കുക? അല്ല, ആനബോളിക് ആയിട്ടുള്ള ഓപ്രോൺ ആണ്. അതായത് ട്രിപ്റ്റോഫാനിന്റെ സിന്തസിസ് ആണ്. ട്രിപ്റ്റോഫാന് പ്രസന്റ് ആകുമ്പോൾ ആ ഒരു ട്രിപ്റ്റോഫാനിന്റെ സിന്തസിസ് ആണ് ഇൻവോൾവ് ഇൻ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ്. ആ ഒരു പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മെയിൻലി ഇക്കോളൈ പ്രൊകാരിയോട്ടിൽ തന്നെയാണ് ഈ ഒരു ഓപ്രോൺ കോൺസെപ്റ്റ് കാണുന്നത്. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ജീനിന്റെ പേര് എന്താണ്? ട്രിപ്പ് R ആണ്. ട്രിപ്പ് R എന്ന് പറയുന്ന റെപ്രസർ പ്രോട്ടീൻ ആണ് ഇവിടെ റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത്. ഇവിടെ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസർ അല്ല, കോ റിപ്രസർ ആണ്. ഓക്കെ, കോ റിപ്രസർ ആണ്, ഓഫ് ആക്കുവാണ് വേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോസസ്സ് നോക്കിയാൽ ട്രിപ്റ്റോഫാൻ ആ ഒരു സിലിണ്ടർ ഉള്ളിൽ ആബ്സെന്റ് ആണ്. അപ്പൊ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, ട്രിപ്റ്റോഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ട്രിപ്റ്റോഫാൻ കൂടുതൽ പ്രസന്റ് ആണ്. അപ്പൊ അവർ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് റിപ്രസർ ആയിട്ട് കോ റിപ്രസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ആ ഒരു ട്രിപ്റ്റോഫാൻ ഓപ്രോൺ എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആകുന്നു. ഓക്കെ, ഇനി അവിടെ സ്ട്രക്ചർ നോക്കാം. നമ്മൾ ഒരു റെഗുലേറ്ററി ജീൻ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു പ്രൊമോട്ടറും ഒരു ഓപ്പറേറ്ററും ഉണ്ട്, കൂടാതെ 5 സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങിയാൽ വളരെ ഈസിയാണ്. ABCDE. ഓക്കെ, അങ്ങനെ 5 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. അവ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ട്രിപ്റ്റോഫാനിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി 2 എണ്ണത്തിലും മെറ്റബോളിസത്തിന് വേണ്ടി ആ ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ നടക്കുന്നതും റെപ്രസറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ട്രിപ്റ്റോഫാൻ റെപ്രസർ ആണല്ലോ, അതുകൊണ്ട് ഇവ നെഗറ്റീവ് റെഗുലേഷൻ ആണ്. ഇവ ഒരു എൻഡ് പ്രൊഡക്റ്റ് റെപ്രഷൻ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഓണായി ആ ഒരു ട്രിപ്റ്റോഫാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത ട്രിപ്റ്റോഫാൻ തന്നെ ആ ഒരു ബൈ പ്രൊഡക്റ്റ് ആണല്ലോ ഇവിടെ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ബയോസിന്തസിസ് അല്ലേ? ആ പ്രൊഡ്യൂസ് ചെയ്ത ട്രിപ്റ്റോഫാൻ പ്രസന്റ് ആകുമ്പോൾ ഈ ഒരു ഓപ്രോൺ എന്ന് പറയുന്നത് ഓഫ് ആകാലോ. അതുകൊണ്ടാണ് ഇവിടെ എൻഡ് പ്രൊഡക്റ്റ് റെപ്രഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് റെഗുലേഷൻ ആണ് ട്രിപ്റ്റോഫാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ട്രിപ്റ്റോഫാന്റെ എക്സ്പ്രഷൻ മാക്സിമം ആകുന്നത് എപ്പോഴാണ്? ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആയിട്ടുള്ള കേസിലാണ്. ഇവിടെയും പോളിസിസ്ട്രോണിക് ആയിട്ടുള്ള mRNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രക്ചർ ഒക്കെ മനസ്സിലായി. ഇനി അതിന്റെ ആ ഒരു പ്രോസസ്സും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് സാധാരണ കേസിൽ ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആണ്. ആബ്സെന്റ് ആയിട്ടുള്ള സമയത്ത് ഈ ഓപ്രോൺ എന്ന് പറയുന്നത് ഓൺ ആണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആയിട്ടുള്ള കേസിൽ അവിടെ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടല്ലോ, അവ എന്ത് കേസിലാണ്? ഇനാക്റ്റീവ് ആണ്. ആ ഒരു റെഗുലേറ്ററി റീജിയൻസിലുള്ള റെപ്രസർ എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാനിന്റെ ആബ്സെൻസിൽ ഇനാക്റ്റീവ് ആണ്. അപ്പൊ ഇനാക്റ്റീവ് ആയിട്ടുള്ള റെപ്രസറിന് എന്താ ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ
ചെയ്യാൻ പറ്റില്ല. സോ ഓപ്പറേറ്റർ അവിടെ ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്ററിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, എല്ലാ ഒരു സ്ട്രക്ചറൽ ജീൻസും ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ട്രിപ്റ്റോഫാൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പോളിസിസ്റ്റോണിക് mRNA ആണ് ട്രിപ്റ്റോഫാൻ സിന്തസൈസ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഓപ്പറോൺ ഇങ്ങനെ ഓണായി കുറേ ട്രിപ്റ്റോഫാൻ ഇങ്ങനെ ബയോസിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ട്രിപ്റ്റോഫാന്റെ പ്രസൻസ് കൂടിയില്ലേ? ട്രിപ്റ്റോഫാന്റെ പ്രസൻസിൽ ആ ഓപ്പറോൺ എന്ത് ചെയ്യും? ഓഫ് ആകുകയാണ് ചെയ്യുക. അതെങ്ങനെയാണ് ഓഫ് ആവുക? ഒരു ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് co-repressor ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ co-repressor ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു റിപ്രസറിന്റെ ആ ഒരു ബൈൻഡിങ് സൈറ്റിലോട്ട് പോയി ബൈൻഡ് ചെയ്തിട്ട് ആ റിപ്രസറിനെ അങ്ങോട്ട് ആക്റ്റീവ് ആക്കും. ഓക്കെ, അങ്ങനെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ റിപ്രസറിന് ഈസി ആയിട്ട് ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യാം. ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് റിപ്രസർ പ്ലസ് co-repressor ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ ആണ്. അപ്പോൾ RNA പോളിമറൈസിന് നമ്മളുടെ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്ത് ഓപ്പറേറ്ററിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇവിടെ എന്ത് നടക്കില്ല? ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, mRNA പ്രൊഡ്യൂസ് ചെയ്യില്ല, എൻസൈമിൽ സിന്തസൈസ് ചെയ്യില്ല. അപ്പൊ അവിടെ ട്രിപ്റ്റോഫാനിന്റെ അളവ് കുറയുമല്ലോ. ആ കുറയുമ്പോൾ പിന്നീട് അഗെയിൻ അതിന്റെ ഓപ്പറോൺ ഓൺ ആകുന്നു, ആ ഒരു പ്രോസസ്സ് നടക്കുന്നു. അപ്പൊ ഇവിടെ സീക്വൻസ് എങ്ങനെയാണെന്ന് നോക്കി. ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആണ്. അപ്പൊ റിപ്രസർ ഇനാക്റ്റീവ് ആണ്. ബട്ട് റിപ്രസറിന് നമുക്ക് ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്പറേറ്റർ ഫ്രീ ആണ്. RNA പോളിമറൈസ് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്നു, സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു, mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു, എൻസൈംസ് സിന്തസൈസ് ചെയ്യുന്നു, ട്രിപ്റ്റോഫാൻ സിന്തസൈസ് ചെയ്യുന്നു. ഈ ഒരു ട്രിപ്റ്റോഫാൻ ആണല്ലോ ഇവിടെ എൻഡ് പ്രൊഡക്റ്റ്. ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു co-repressor ആണല്ലോ. ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് co-repressor ആയിട്ട് ആക്ട് ചെയ്യുന്നു. അവർ ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ റിപ്രസർ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ RNA പോളിമറൈസിന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഓപ്പറോൺ എന്ന് പറയുന്നത് ഓഫ് ആകുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ട്രിപ്പോപ്പറോൺ റെപ്രസിബിൾ ആയിട്ടുള്ളതാണ്, ആനബോളിക് ആയിട്ടുള്ള ഓപ്പറോൺ ആണ്. ട്രിപ്റ്റോഫാനിന്റെ ബയോസിന്തസിസ് ആണ് ഇവിടെ നടക്കുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഗുലേഷൻ ആണ്. അപ്പൊ ഇത്രയാണ് 3 ഓപ്പറോണിന്റെ കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു ടൈം എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാം. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ബോട്ടണി ആസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സയൻസ് ആസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സുവോളജി ആസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ ഈ ഒരു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.